ഓമല്ലൂർ മണികണ്ഠൻ ചെരിഞ്ഞു. എരണ്ടക്കെട്ടിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങളിലായി ചികിത്സയിലായിരുന്നു. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ചലച്ചിത്ര താരം KR വിജയ ശബരിമലയിൽ ഒരു കൊമ്പനെ എത്തിച്ചു. അന്ന് നടയിരുത്തിയപ്പോൾ 20 വയസ്സായിരുന്നു അവന് പ്രായം. ബീഹാറിലെ സോൻപൂർ മേളയിൽ നിന്നും തൃശൂരിലെ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പായിരുന്നു മണികണ്ഠനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നുമാണ് KR വിജയ ഇവനെ സ്വന്തമാക്കുന്നത്. ശബരിമല ശാസ്താവിന്റെ അടുത്ത് നടയിരുത്തി 18ാം പടിക്ക് താഴെ വെച്ച് അന്നത്തെ മന്ത്രി കുട്ടിക്കൊമ്പനൊരു പേര് നൽകി, മണികണ്ഠൻ. തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ രീതി അനുസരിച്ച് ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ആനയെ നടയിരുത്തുകയാണെങ്കിൽ ആ ക്ഷേത്രം തന്നെയായിരിക്കും ആനയെ പരിപാലിക്കുക. എന്നാൽ ശബരിമലയിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വൈക്കം ക്ഷേത്രത്തിൽ എത്തിച്ചു. വൈക്കത്തെത്തിയ മണികണ്ഠൻ പ്രശ്നങ്ങൾ ഓരോന്നുമായി സൃഷ്ടിക്കാൻ തുടങ്ങി. പ്രായം കൂടുന്തോറും ഇവനുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കൂടിക്കൂടി വന്നു. ഒരു വർഷം വൈക്കത്തഷ്ടമി ഉത്സവത്തിന് ഇടയുകയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വൈക്കം ക്ഷേത്രത്തിന്റെ ദേവസ്വം അവനെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. ഉത്സവങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആനയെ പല ക്ഷേത്രങ്ങളിലേക്കും മാറ്റി അവനെ നല്ല കുട്ടിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി. വർഷങ്ങൾ കടന്നു, അവൻ വലുതാവാനും തുടങ്ങി. അവസാനം പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെത്തിച്ചു. നാടിന്റെ സ്നേഹവും സ്വാമിയുടെ അനുഗ്രഹവും കാരണം തന്നെ അവൻ നല്ല മിടുക്കനായി വളർന്നു വന്നു. പൂരങ്ങളിലും പരിപാടികളിലും അവൻ ഒന്നാമനായി സ്ഥാനമുറപ്പിച്ചു. 10 അടി ഉയരം, നല്ല വെളുത്ത കൊമ്പുകൾ, ഭംഗിയുള്ള മദഗിരി, നിലത്തഴിയുന്ന തുമ്പിക്കൈ, ഉയർന്ന വായുകൊമ്പം, കീറലോ തുളയോ ഒന്നുമില്ലാത്ത ചെവികൾ, ഇതെല്ലാമായിരുന്നു ഇവന്റെ ലക്ഷണങ്ങൾ. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്ര ഉത്സവങ്ങളിലെ അഭിവാജ്യ ഘടകമായിരുന്നു. വഴക്കാളി എന്ന ഭൂതകാലത്തിൽ നിന്നും നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു അവൻ. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലായിരുന്നു മണികണ്ഠൻ ഇന്ന് വൈകിട്ട് മരിക്കുന്നത് വരെയും. വൈകിട്ടോടെ മുൻകാലുകൾ മടങ്ങിയിരുന്നു. ആനയെ ക്രെയിൻ ഉപയോഗിച്ചാണ് ചെരിച്ചു കടത്തിയത്. 55 വയസ്സ് പ്രായമുള്ള ആന ചെരിഞ്ഞത് ഇന്ന് വൈകിട്ട്, അതായത് ജൂലൈ 2 വൈകിട്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പല ആനകളും ചെരിയുന്നത് എരണ്ടക്കെട്ടിനെ തുടർന്നാണ്. ഇനി എരണ്ടക്കെട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കാരണം തന്നെയാണ്. പനയോലകൾ, തെങ്ങോലകൾ, അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുടെ നാരുകൾ ചേർന്നാണ്, അത് തിങ്ങി നിറഞ്ഞാണ് എരണ്ടക്കെട്ട് ഉണ്ടാകുന്നത്. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് ഞാൻ കൊടുക്കാം. കണ്ടു കഴിഞ്ഞാൽ അറിയാം എരണ്ടക്കെട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. ഇനി ആനപ്രേമികളോട് എനിക്ക് പറയാനുള്ളത്, ആനയെ സ്നേഹിക്കാം, ഇഷ്ടപ്പെടാം, അതിനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ആനപ്രേമം എന്നും ആനക്കമ്പം എന്നും പറഞ്ഞ് ചെയ്തു കൂട്ടുന്നത് വലിയൊരു തെറ്റാണ്. കാരണം കാട്ടിൽ വിരഹിച്ച് നടക്കുന്ന ആനകളാണ്. കാട്ടിൽ ഉല്ലസിച്ച് ആർത്തുല്ലസിച്ച് അവർക്കിഷ്ടമുള്ള ഭക്ഷണവും കഴിച്ച് സമാധാനത്തിൽ നടക്കുന്ന ആനകളെയാണ്, ആനക്കുട്ടികളെയാണ് നമ്മൾ കെണി വെച്ച് പിടിച്ചു നാട്ടിൽ കൊണ്ടുവന്ന് മെരുക്കി ഈ കാണുന്ന ചങ്ങലയും ഇട്ട് തീയുടെയും ചെണ്ടയുടെയും മുമ്പിലിട്ട് നമ്മളീ കാണുന്ന കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അവരെന്തുമാത്രം പേടിക്കുമെന്ന് നിങ്ങൾക്കറിയോ? എന്തുമാത്രം അവർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഒരാന നമ്മുടെ മുന്നിലേക്ക് ഓടി വന്നാൽ, അല്ലെങ്കിൽ ഒരു ചുരം കയറുമ്പോഴായാലും എവിടെയായാലും ഒരു ആന നമ്മുടെ മുന്നിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക കാറിന്റെ ഹോൺ അടിക്കുക, ശബ്ദമുണ്ടാക്കുക, തീ കത്തിക്കുക. ഇത് ചെയ്യുമ്പോൾ ആന പേടിച്ചോടിപ്പോകും. ഈ ആനകളെയല്ലേ നമ്മൾ കെട്ടിയിട്ടുകൊണ്ട് ചെണ്ട കൊട്ടും തീജോലയും കൊണ്ട് നമ്മുടെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ? കാട്ടിൽ ഉല്ലസിച്ച് നടക്കുന്ന ആനയെ പിടിച്ചു കൊണ്ടെന്ന് സ്നേഹമെന്ന പേരിൽ നമ്മൾ കെട്ടിയിട്ട് അതിനെ കൊന്നു. ഇപ്പൊ കണ്ണീരൊഴിക്കാൻ ഒരുപാട് ആളുകൾ. കൂടുതൽ ചർച്ചയ്ക്ക് താല്പര്യമില്ല, ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യം മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രം ബിൻസ് വണ്ടർലാൻഡ്.